ലേണിംഗ് അബീവിസാണ്. മക്കളിതാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ ഗെയിമാണ് കേട്ടോ, ഒരു കുട്ടി ഗെയിമാണ്. അപ്പോൾ ആ മിസ് ഒരു പസിൽ തരും. പസിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കുറച്ച് ആനിമൽസിനെ പറ്റിയിട്ടുള്ള ഒരു വേർഡ് പസിലാണ്. അപ്പോൾ മിസ് കുറച്ച് ക്ലൂസ് തരും. അപ്പോൾ ആ ക്ലൂസിൽ ആരാണ് ആ ആനിമൽ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതാ ഇവിടേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കഴിയുമ്പോൾ നമുക്കിതാ ഇത് ഫുള്ള് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കിതാ ഈ താഴേക്കാണ് അടയാളപ്പെടുത്തേണ്ടത് നമ്പർ 1 എന്നുള്ളത്. ഈ 1 എന്നുള്ളതിൻ്റെ ക്ലൂ ആണ് നമ്മളിപ്പോൾ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ആരാ പറയുന്നത്? ദാ ഇവിടെ അയാൾ പറയുന്നുണ്ട്, ഐ ലൈക്ക് ഹണി, എനിക്ക് തേൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ക്യാൻ വാക്ക് ഓൺ 2 legs, എനിക്ക് 2 കാലിൽ നടക്കാനും പറ്റും, എനിക്ക് തേൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഏതാ മക്കളെ ആനിമൽ? നമുക്കറിയാം നമ്മുടെ കരടിക്കുട്ടനാണ്. അപ്പോൾ നമ്മൾ കരടിക്കുട്ടനെ ദാ ഇവിടെ ബെയർ അല്ലേ, BEAR ബിയർ എന്ന് നമ്മൾ എവിടെ എഴുതി? നമ്മളിതാ ഫസ്റ്റ് എന്ന് കണ്ടെടുത്ത് കണ്ടോ, ദാ നമ്പർ 1 എന്ന് കണ്ടെടുത്ത് നമ്മളിതാ അത് അടയാളപ്പെടുത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ നോക്കാം. അപ്പോൾ ബെയർ നമ്മളിവിടെ അടയാളപ്പെടുത്തി ഓൾറെഡി അല്ലേ. അപ്പോൾ അടുത്തെന്താ? ഐ ആം ദ ടോളസ്റ്റ് ആനിമൽ. രണ്ടാമത്തേതാ ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. ഞാനാണ് ഏറ്റവും പൊക്കമുള്ള ആനിമൽ. ഐ ഹാവ് എ ലോങ് നെക്ക്, എനിക്ക് നല്ല നീളമുള്ള കഴുത്തുണ്ടെന്ന് പറയുകയാണ് അല്ലേ. എനിക്ക് ടോളസ്റ്റ് ആനിമൽ ആണ് ഞാൻ, എനിക്ക് നല്ല ലോങ് ആയിട്ടുള്ള നെക്കാണ്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരെ പറ്റിയിട്ടാടാ, ജിറാഫിനെ പറ്റിയിട്ടാണല്ലേ. അപ്പോൾ എന്താ ജിറാഫിൻ്റെ സ്പെല്ലിങ്? ദ GIRAFFE ജിറാഫ്. അപ്പോൾ നമ്മളിതാ അത് അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ BEAR ബിയർ എന്ന് കിട്ടി. സെക്കൻഡ് ആൻസർ GIRAFFE ജിറാഫ് എന്നും കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ട എന്താണ്? എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ടേക്ക് അല്ലേ. ഇനി ഇങ്ങോട്ടേക്കുള്ളതാണ് മൂന്നാമത്തേതാണ്. ഇവിടെ എന്താ പറയുന്നത്? ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, കാട്ടിലെ രാജാവ് ഞാനാണെന്ന് പറയുന്നുണ്ട്. ഐ ക്യാൻ റോർ, എനിക്ക് ഗർജിക്കാൻ പറ്റും. റോർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളി? ഗർജന അല്ലേ. അപ്പോൾ കാട്ടിലെ രാജാവ് ഞാനാണ്, എനിക്ക് ഗർജിക്കാനും പറ്റും എന്നാണ് പറയുന്നത്. ഏതാണെന്ന് നമുക്കറിയാം അല്ലേ, ലയൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഫില്ല് ചെയ്യേണ്ടത്? LION ലയൺ. അപ്പോൾ അതാ ഇത്രയും നമുക്ക് കിട്ടിയല്ലേ. നമുക്ക് ഏതൊക്കെയാണ് കിട്ടിയത്? BEAR ബെയർ കിട്ടി, ജിറാഫ് അല്ലേ GIRAFFE ജിറാഫ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് LION ലയൺ കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള ഇതാണ്. യെസ്, അടുത്തത് ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് അല്ലേ. ലാൻഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആനിമൽ, ഏറ്റവും വലിയ ജീവി ഞാനാണെന്ന് പറയുന്നുണ്ട്. ഐ ഹാവ് എ ലോങ് നോസ്, എനിക്ക് നല്ല നീളമുള്ളൊരു നോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആരെ പറ്റിയിട്ടാണ്? നമുക്കറിയാം ആനയെ പറ്റിയിട്ടാണല്ലേ. ആനയ്ക്ക് എന്താ പറയുക? എലഫൻ്റ് എന്നാണ് പറയുക. അപ്പം നാലാമത് നമുക്ക് എന്തടയാളപ്പെടുത്താം? ELEPHANT എലഫൻറ്റ്. അപ്പം നമ്മൾ അതും അടയാളപ്പെടുത്തി. ഇനി നമുക്കെന്താണ്? അടുത്തതാ ഇവിടെയുള്ളത് മാത്രം കിട്ടിയാൽ മതി അല്ലേ. അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താടാ? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതുവരെ കിട്ടിയത് നമുക്കിവിടെ എഴുതി വെക്കാം അല്ലേ. ഏതൊക്കെ കിട്ടിയായിരുന്നു? ELEPHANT എലഫൻറ്റ് അല്ലേ. GIRAFFE യെസ് ജിറാഫ്. ഓക്കെ. BEAR ബെയർ, LION ലയൺ. ഇത്രയും കിട്ടിയായിരുന്നു നമുക്ക് ഓൾറെഡി അല്ലേ. അടുത്തെന്താ? ഐ ക്യാൻ ഹൗൾ, എനിക്ക് ഓലി ഇടാൻ പറ്റും അല്ലേ. ഹോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഓലി ഇടാൻ പറ്റും. ഐ ആം വെരി കണ്ണിങ്, ഞാൻ ഭയങ്കര കൗശലക്കാരനാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാരെ പറ്റിയിട്ടാ? നമുക്കറിയാം ഫോക്സിനെ പറ്റിയിട്ടാണ് അല്ലേ. FOX ഫോക്സിനെ പറ്റിയിട്ടാണ്. അടുത്ത നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ? ഐ ലുക്ക് ലൈക്ക് എ ഹോഴ്സ്, എന്നെ കണ്ടാൽ ഒരു ഹോഴ്സിനെ പോലെയാണ്, ഒരു കുതിരയെ പോലെയാണ്. ഐ ഹാവ് സ്ട്രൈപ്സ് ഓൺ മൈ ബോഡി, എൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? സ്ട്രൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ആരെ പറ്റിയാണ്? കുതിരേനെ പോലെ ഇരിക്കുന്ന ദേഹത്ത് സ്ട്രൈപ്സ് ഉള്ള ഇതാണ് സീബ്രയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് അടയാളപ്പെടുത്താൻ? എന്താ ഇവിടെ ലാസ്റ്റ് വൺ ZEBRA സീബ്ര. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് ഈ ഒരു പസിൽ ഫുള്ള് സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.